മിനിസ്റ്റർ ഡോക്ടർ ഹാരിസിനെ പോലെ വളരെ പുരോഗമനപരമായ ചിന്താഗതിയുള്ള ഒരു ഇടതുപക്ഷ കാഴ്ചപ്പാടുള്ള ഒരാൾക്ക് ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ ആശുപത്രികൾ ഇത്തരം കാര്യങ്ങളൊക്കെ നേരിടുന്നുണ്ട് എന്നൊരു തുറന്നു പറയേണ്ടി വരുന്നത്, തുറന്നു പറഞ്ഞതിനു ശേഷം ആ ന്യൂനതകളൊക്കെ പരിഹരിക്കപ്പെടേണ്ടി വരുന്നത്, ഇവിടെ കാര്യങ്ങളൊക്കെ ഇത്തരത്തിൽ ഈ തുറന്ന് എഴുതിയാൽ മാത്രമേ നടക്കുകയുള്ളൂ എന്നൊരു ബോധം അത് ജനങ്ങളിൽ ജനിപ്പിക്കില്ലേ മിനിസ്റ്റർ? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം ഏതാണ് എന്നുള്ളത് എനിക്കറിയില്ല. അദ്ദേഹത്തെ ഇവിടേക്ക് നിയോഗിക്കുമ്പോഴോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്തുമ്പോഴോ ഒന്നും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം ഏതാണ് എന്നുള്ളത് ഇപ്പോഴും ഞാനത് പരിശോധിച്ചിട്ടില്ല. എന്താണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം എനിക്കറിയില്ല, ഇപ്പോഴും അറിയില്ല. അപ്പോൾ അങ്ങനെ അല്ല, ഒരു ഡോക്ടർ HOD ആണ് അദ്ദേഹം, നമ്മുടെ വകുപ്പിലുള്ള ഡോക്ടറാണ്. എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെയാണല്ലോ, എല്ലാ ഡോക്ടേഴ്സും ഒരുപോലെയാണ്, എല്ലാ ആരോഗ്യ പ്രവർത്തകരും ഒരുപോലെയാണ്. അല്ലെങ്കിൽ നമ്മളുടെ ഈ വകുപ്പിലുള്ള ഡോക്ടേഴ്സിനോടോ നഴ്സസിനോടോ മറ്റു പാരാമെഡിക്കൽ സ്റ്റാഫിനോടോ ചോദിച്ചാൽ മതി, എല്ലാവർക്കും വ്യത്യസ്തമായ രാഷ്ട്രീയ ചിന്താഗതികളൊക്കെ ഉണ്ടാകും. പക്ഷേ അങ്ങനെയല്ലല്ലോ, ഒരു ടീമാണ്. എൻ്റെ ടീമിൽ എല്ലാവരും ഉണ്ട്, എല്ലാവരും ചേരുന്നതാണ്. നമുക്ക് പല തലങ്ങളിൽ ഉണ്ടല്ലോ ആ ഒരു ടീം ആയിട്ടുള്ള പ്രവർത്തനം. അപ്പോൾ ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഇപ്പോൾ ഈ ഉപകരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട്, ഉപകരണം എന്ന് പറയുമ്പോൾ ആ പ്രോബുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം അത് HDS ആണ്, ഹോസ്പിറ്റൽ ഡെവലപ്മെൻറ്റ് സൊസൈറ്റി വാങ്ങിക്കുന്ന ഒരു എക്യുപ്മെൻ്റാണ്, ഒരു പ്രോബാണ്. അപ്പോൾ അത് സർക്കാർ തലത്തിലേക്കൊന്നും വരാത്തതാണ്, സർക്കാരിൻ്റെ ഒരു അനുമതി ആവശ്യമില്ലാത്തതാണ്. അപ്പോൾ അത് ഈ അന്വേഷണ സമിതി അത് പരിശോധിക്കും. നമുക്കിനി ഏതാനും മണിക്കൂറുകൾ വെയിറ്റ് ചെയ്താൽ മതിയല്ലോ, ഇന്ന് നാളെ അത് ലഭിക്കുമായിരിക്കാം. അപ്പോൾ ആ ഏതാനും മണിക്കൂറുകൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, എന്താണ് യഥാർത്ഥത്തിൽ എന്താണ് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാമല്ലോ. അതുകൊണ്ടാണ് തുറന്ന മനസ്സോടെ, ഇപ്പോൾ സർക്കാരിന് അത് വളരെ ഓപ്പൺ മൈൻഡഡ് ആയതുകൊണ്ടാണല്ലോ ഇതിലൊരു അന്വേഷണ സമിതി പ്രഖ്യാപിച്ച് ആ അന്വേഷണം നടത്തി എന്താണെന്നുള്ളത് കണ്ടെത്താമെന്നുള്ളത് നമ്മൾ തീരുമാനിച്ചത്. അല്ലാതെ അത് തെറ്റാണ്, അങ്ങനെയല്ല, ആ സമീപനം അല്ലല്ലോ. എന്താണ് അത്, കാരണം എന്തുകൊണ്ടാണ് നമ്മൾ ആ സമീപനം എടുക്കുന്നത്? നമുക്ക് പ്രധാനം ജനങ്ങളാണ്, ഓരോ രോഗിയും പ്രധാനപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഒരു സർജറി മാത്രം മുടങ്ങിയുള്ളല്ലോ, കുഴപ്പമില്ല, അങ്ങനെയല്ല. ഓരോ രോഗിയും പ്രധാനപ്പെട്ട, ഓരോരുത്തരുടെ വേദന പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഓപ്പൺ മൈൻഡഡ് ആയിട്ടാണ് നമ്മൾ, തുറന്ന മനസ്സോടെയാണ് സമീപിക്കുന്നത്. ആ തുറന്ന മനസ്സോടെ അതിനെ സമീപിക്കുമ്പോഴാണ് വാസ്തവത്തിൽ അതിൽ എന്താണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ളത് വസ്തുനിഷ്ഠമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അന്വേഷണ റിപ്പോർട്ട് വരട്ടെ.